അടുത്ത കാലത്തായി വാഹന വിപണിയിൽ EV വാഹനങ്ങൾ വിപ്ലവം തീർക്കുകയാണ്. കമ്പനികൾ EV വാഹനങ്ങൾ ഇറക്കുന്നതിന് മത്സരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്ന് അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ EV വാഹനങ്ങളുടെ നികുതിയിൽ വലിയ വർധനവ് വരുത്തിയിരിക്കുന്നത്. ഇത് വിപണിയെ എങ്ങനെ ബാധിക്കും? നമുക്കിപ്പോൾ നമ്മളോടൊപ്പം ഹ്യുണ്ടായിയുടെ വൈസ് പ്രസിഡന്റ് ബിജു ചേരുകയാണ്. 15 ലക്ഷം രൂപ വരെയുള്ള EV വാഹനങ്ങൾക്ക് 8%, 15 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷത്തിന് മുകളിലുള്ളവയ്ക്ക് 10% ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് വാഹന വിപണിയെ ബാധിക്കുന്നത്? കഴിഞ്ഞ 4 മാസങ്ങളിൽ വാഹന വിപണി ഒരു മന്ദതയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിൽ നോർമൽ വാഹനങ്ങൾക്ക് ടാക്സ് ഒന്നും കൂട്ടാത്തതിന് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകയിലും ഇലക്ട്രിക് കാറുകൾക്ക് 0% ആണ് നികുതിയുള്ളത്. ഇലക്ട്രിക് കാറുകളുടെ ഒരു മാർക്കറ്റാണ് കേരളം, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മറ്റുള്ള മെട്രോ നഗരങ്ങളെ അപേക്ഷിച്ച് ആ മെട്രോ നഗരങ്ങളിൽ കൂടുതലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഫ്ലാറ്റുകളാണ് കൂടുതൽ. നമ്മളിവിടത്തെ സംബന്ധിച്ച് ഇൻഡിപെൻഡൻറ്റ് വീടുകളാണ് കൂടുതൽ. ഈ ഇൻഡിപെൻഡൻറ്റ് വീടുകളിലെ ആൾക്കാർ ഇന്ന് സോളാറിലോട്ട് മൂവ് ചെയ്യുന്നൊരു സിറ്റുവേഷനും കൂടെയാണ്. ആ സിറ്റുവേഷനിൽ അവർക്ക് വീടുകളിൽ തന്നെ ചാർജിങ് സ്റ്റേഷൻസ് ആൾക്കാർ വച്ചു തുടങ്ങുന്നു. ആ സമയത്ത് ഈ ഒരു റേറ്റ് കൂടിയത് തീർച്ചയായിട്ടും വിപണിയെ ബാധിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. KCB പോലുള്ള ചാർജിങ് സ്റ്റേഷൻസ് ഒത്തിരി തുടങ്ങി, മറ്റുള്ള പ്രൈവറ്റ് സെക്ടറിലെ ചാർജിങ് സ്റ്റേഷൻസ് ഒത്തിരി തുടങ്ങി, ലീസിൽ ആൾക്കാർ എടുത്തു തുടങ്ങി, മോളുകളിൽ നിന്ന് ചാർജിങ് സ്റ്റേഷൻസ് വന്നു തുടങ്ങി, റെസ്റ്റോറൻറ്റുകളിൽ ചാർജിങ് സ്റ്റേഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ആ മാർക്കറ്റ് സത്യമായിട്ട് ഒരു ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. തീർച്ചയായിട്ടും മൂവിങ് ആണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു ടാക്സ് കൂടിയത് തീർച്ചയായിട്ടും വിപണിയെ ബാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി ഗവൺമെൻറ് ഇതിന് തീരുമാനം എടുത്താൽ നന്നായിരിക്കും എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. സ്വാഭാവികമായിട്ടൊരു ബഡ്ജറ്റ്, സെൻട്രൽ ഗവൺമെൻറ് ബഡ്ജറ്റായാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ബഡ്ജറ്റായാലും ആൾക്കാർ എപ്പോഴും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പലതും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ തീർച്ചയായിട്ടും അതൊരു പെൻഡിങ് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. കൂടുമെന്നും കുറയുമെന്നും വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ നമ്മുടെ ഭാരത് മോട്ടോർ ഷോ ആയി. ആ ഷോയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറായിരുന്നു ആ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, എല്ലാ മാനുഫാക്ചറും അതായിരുന്നു ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു സബ്സിഡി കൊടുക്കുമെന്നായിരിക്കും കുറച്ച് ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവുക. ഒരിക്കലും ആൾക്കാർ ഇത് കൂട്ടുമെന്ന് ഞങ്ങളുടെ കസ്റ്റമേഴ്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പലരും ഇത് കൂടിയോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആൾക്കാർ. ഇപ്പം ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പം ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഒരു ബൂമിങ്ങായി വന്ന വിപണിക്ക് തിരിച്ചടി തന്നെയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ നികുതി വർധനവെന്നുള്ളതാണ് ഡീലർമാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. ഈ വിപണിയെ തന്നെ ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ആളുകൾ EV വാഹനം വാങ്ങുന്നതിൽ നിന്ന് പിന്മാറുമെന്നുള്ളതാണ് വിപണിയുടെ ഒരു പ്രതികരണം. വിനു തോമസിനൊപ്പം എസ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.